അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. കണ്ണൂരിൽ മലയോര മേഖലയിൽ കനത്ത മഴ. ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടു. 3 പേരെ രക്ഷപ്പെടുത്തി. വിശദാംശങ്ങൾ നൽകാൻ ആഷൻ ഡിയേഗോ ഒപ്പം അർജുൻ കല്യാടും ചേരുന്നു. ആദ്യം ആഷനിലേക്ക്. ആഷൻ, മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അല്ലേ? ശ്രുതി, തീർച്ചയായും ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തെ തുടർന്നാണ് നിലവിലിപ്പോൾ ഈ സംസ്ഥാനത്ത് പെയ്യുന്ന മഴയ്ക്ക് കാരണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. മറ്റ് ജില്ലകൾ, പ്രത്യേകിച്ച് വടക്കൻ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ഇടവിട്ട നേരങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രവചനം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയും തുടർന്ന് തീരദേശത്തേക്കുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തേണ്ടതാണ്. 1-ാം തീയതി വരെ ലക്ഷദ്വീപ്, കേരള, കർണാടക തീരത്തേക്കുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. അതനുസരിച്ച് മുൻകരുതലുകൾ എടുക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മറ്റൊന്ന്, ഈ മഴ ശക്തമാകുന്നതുകൂടി തന്നെ ഉരുൾപൊട്ടലടക്കമുള്ള അപകടത്തിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കാൻ തയ്യാറായിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ശ്രുതി. ശരി, അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, കണ്ണൂരിലെ മഴ സാഹചര്യം എങ്ങനെയാണ്? മലയോര മേഖലയിൽ മഴ കനത്തു എന്നുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ മലയോര മേഖലയിൽ തുടർച്ചയായ രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. ഇന്നലെ പല മേഖലയിലും ശക്തമായ രീതിയിൽ രാത്രി തന്നെ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ പുലർച്ചെ വരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ശക്തമായ മഴ തന്നെയാണ് ജില്ലയിലെ പല മേഖലയിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു അപകടം എന്ന് പറയുന്നത്, ഉളിക്കൽ വയത്തൂർ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു ജീറ്റോ വാഹനം അപകടത്തിൽപ്പെടുകയും 3 പേർ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. പക്ഷേ അവർ 3 പേരെയും പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മണിപ്പാറ പോകുകയായിരുന്ന 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. കോളിയാട്ടുകടവ് പാലത്തിന് സമീപത്താണ് ഇങ്ങനെ ഒരു അപകടം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കൈവരിയില്ലാത്ത ഒരു പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന വാഹനം, പാലത്തിന് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. ആ കുത്തൊഴുക്കിലാണ് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അവരെ 3 പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ വലിയ പരിക്കുകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും ചെറിയ രീതിയിൽ കാറ്റും അതുപോലെ തന്നെ മഴയുടെ ഭാഗമായി വെള്ളക്കെട്ടുകളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ മരങ്ങളും കടപുഴകി വീണുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടെയും ആളപായമോ അല്ലെങ്കിൽ മറ്റ് വലിയ അപകടമോ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കണ്ണൂർ ജില്ലയിലെ പല മേഖലയിലും മഴ ശക്തമായ രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത്. തുടർച്ചയായ രീതിയിൽ തന്നെ ശക്തി ഏറിയും കുറഞ്ഞും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്കാണ് സാധ്യത. ഒപ്പം കണ്ണൂരിൽ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. വിശദാംശങ്ങളാണ് ആഷൻ ഡിയോഗയും ഒപ്പം അർജുൻ കല്യാടും നൽകിയത്.